ഹായ്, നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരു നെഗറ്റീവ് ഏരിയയിലെത്തിയിട്ട് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് മാർക്കറ്റ് നെഗറ്റീവിൽ വന്ന് ആ രീതിക്ക് തന്നെ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് ഫ്ലാറ്റായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അടുത്തിനി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ എടുക്കുന്ന ഡിസിഷൻസ് ആയിരിക്കും മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുക. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോയാൽ ഇതൊരു മാർക്കറ്റ് ഒരു സ്വിങ് ലോയിൽ നിന്ന് മാർക്കറ്റ് ഇതൊരു സ്വിങ് ഏരിയയാണ് ഇപ്പോഴും സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ ഓക്കെ ഇതിൻ്റെ സ്വിങ് ലോ ആയിട്ടും ഓക്കെ ഒരു സെക്കൻഡ് ഓക്കെ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു സ്വിങ് ലോയും ഇതൊരു സ്വിങ് ഹൈ ആയിട്ടും നിന്നിട്ട് മാർക്കറ്റ് ഇതിനുള്ളിൽ ഇങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യുകയാണ്. അത്യാവശ്യം ഇതിൻ്റെ പാറ്റേൺ അപ് ട്രെൻഡ് തന്നെയാണ്. പക്ഷെ ഓരോ അപ് ട്രെൻഡ് വീക്ക് പോകുന്നു, അത് വീക്കാവുന്നു. ഇപ്പോൾ ഈ ഒരു അപ് ട്രെൻഡ് ഹിറ്റ് ചെയ്യുന്നില്ല, തിരിച്ച് വീണ്ടും വീക്കായി വരുന്നു, വീണ്ടും ഇങ്ങനെ ഒരു സോണിനുള്ളിൽ പോവുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ട്രെൻഡ് കുറച്ചൊന്ന് വീക്കാവുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഇതാണ് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റർ പോയിന്റ് ബ്രേക്ക് ചെയ്ത് ആ ഒരു ബുള്ളിഷ്നെസ് എടുക്കാൻ പറ്റുന്നില്ല. സോ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റിൻ്റെ ഈ ഒരു ഹയർ ബാൻഡിനുള്ളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അത് ഹൈലി ബുള്ളിഷായിട്ടും ലോവർ ബാൻഡിലാണ് എന്നുണ്ടെങ്കിൽ മീഡിയം ഓർ വീക്ക് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡിലാണ് എന്നുള്ളതും നോക്കാം. ഇപ്പോൾ അപ് ട്രെൻഡ് എന്ന് പറയുന്നത് ഇടയ്ക്കൊരു ഫോള് സപ്പോർട്ട് എടുത്തു തിരിച്ച് കയറിയെങ്കിലും അതിൻ്റെ പവർ ഇച്ചിരി കുറവായിരുന്നു. തിരിച്ച് വീണ്ടും അത് ആ സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്തു, പക്ഷെ ബ്രേക്ക് ഔട്ട് ചെയ്ത് കയറാൻ പറ്റുന്നില്ല. വീണ്ടും ഈ ക്യാൻഡിലുകൾ കുറച്ച് ശക്തമായിട്ടുള്ള ഒരു വീഴ്ചയാണ് കാണിച്ചത്. സോ 26,000 എന്നുള്ളൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നിൽപ്പുണ്ട്. ഇനി ഞാൻ റീസെൻറ്റ് ഡേറ്റയിലേക്ക് വരാം. ഇത് ഞാനൊരു ഇത്രയും നേരം പറഞ്ഞ ഒരു ടോട്ടൽ സ്ട്രക്ചർ പറഞ്ഞു തന്നെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് ഒരു സെല്ലിംഗ് പ്രഷർ നിൽക്കുന്ന ഒരു ക്യാൻഡിൽ പാറ്റേൺസിലാണ് നിൽക്കുന്നത്. അപ്പോൾ അടുത്ത ലെവൽസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 25,880 to 800 തന്നെയാണ് അടുത്ത ലെവൽ എന്ന് പറയുന്നത്. സോ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാണ്ട് മാർക്കറ്റ് തിരിച്ച് കയറി പോകുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് വീണ്ടും ഒരു വീക്ക്നെസ് കാണാനുള്ള സാധ്യതയുണ്ട്. സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ 25,720 റേഞ്ച് തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. 25,660 to 720 റേഞ്ചസ് ആണ്, ഇല്ലെങ്കിൽ 800 റേഞ്ചസ് ആണ് സപ്പോർട്ട് ഏരിയ എന്ന് പറയുക. സോ ഇന്ന് മാർക്കറ്റ് ബൗൺസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലായിരിക്കും പോവുക. ട്രേഡർ അപ്പോൾ ആ ഒരു അനാലിസിസിലാണ് പോവുക. സ്വിംഗ് ട്രേഡർ അവരുടെ പൊസിഷൻ അതിനനുസരിച്ച് ലൈറ്റ് ആക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, തെറ്റില്ല. സോ സപ്പോർട്ട് എടുക്കേണ്ട ഏരിയയ്ക്ക് അടുത്താണ് നിൽക്കുന്നത്. നമ്മൾ സ്റ്റിൽ ഓപ്പൺ ചെയ്യുക. ഓൾമോസ്റ്റ് ഡേ ലോയിലായിരിക്കാം ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. 25,920 റേഞ്ചിലായിരിക്കും നമ്മൾ മോസ്റ്റ്ലി ഓപ്പൺ ചെയ്യാൻ സാധ്യത. അവിടെ നിന്നിട്ട് ഇത് തിരിച്ച് കയറി വരുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഓക്കെ, കീപ്പ് എവറി പൊസിഷൻസ് അതേ സിറ്റുവേഷനിൽ തന്നെ വെച്ചിരുന്നാൽ മതി. എന്നാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പൊസിഷൻസ് ലൈറ്റ് ചെയ്യേണ്ടി വരും. മേളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്യേണ്ട 26,100 മേളിൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. സോ ഇത്രയേ ഉള്ളൂ നിഫ്റ്റിയുടെ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ലെവൽസ് ഓൾറെഡി ചാർട്ടിനുള്ളിലുണ്ട്. 2640, 26,100, 180, 240 എന്നിങ്ങനെയാണ് മേളിലോട്ടുള്ള ലെവൽസ്. താഴെ 25,960, 25,880, 25,800, 720 ആണ് അടുത്ത ലെവൽസ് എന്ന് പറയുന്നത്. സോ അതിനനുസരിച്ചുള്ള ട്രേഡിലേക്ക് ഫോക്കസ് ചെയ്യുക. അടുത്ത ക്രൂഡ് ഓയിലിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ നമ്മൾ ഇടയ്ക്കൊരു സിമെട്രിക് ട്രയാങ്കിൾ പറഞ്ഞിരുന്നു. ആ സിമെട്രിക് ട്രയാങ്കിൾ ബ്രേക്ക് ചെയ്ത് കയറിപ്പോയി. അതിനുശേഷം വലിയൊരു സെല്ലിങ് വന്നു. അതിനുശേഷം സപ്പോർട്ട് എടുക്കുന്ന ഏരിയ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഈ ഒരു സപ്പോർട്ടിന് തൽക്കാലത്തേക്ക് മാറ്റുകയാണ്. ഓക്കെ, ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റുന്നതാണ്. അവിടെ ആ സപ്പോർട്ട് സ്റ്റിൽ വാലിഡ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇത് ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് ആക്ട് ചെയ്യും. അപ്പോൾ ഇനി കയറി പോകുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഇതിനെ നമുക്കൊരു
ഫ്ലാഗ് പോലെ എടുക്കാം, ഇല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ബാക്കി ഡീറ്റെയിലേക്ക് കയറി പോകുന്നില്ല. ഓക്കെ, ഇങ്ങനെ ഒരു ട്രെൻഡ് നമുക്ക് വരച്ച് വയ്ക്കാം. എപ്പോഴാണോ ഈ ഒരു ഹൈയിന് മേളിൽ 5260 മേളിലോ ഇല്ലെങ്കിൽ 84 മേളിലോ കയറുന്നത്, ക്രൂഡ് ഓയിൽ നല്ല ട്രേഡ് തരാനുള്ള സാധ്യതയുണ്ട്. സോ ക്രൂഡ് ഓയിൽ നിഫ്റ്റിയേക്കാളും നന്നായിട്ട് വാച്ച് ചെയ്യുക, നല്ല ട്രേഡ്സ് കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ കൂടെ ഇതിനകത്തുണ്ട്. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളുടെ ഏരിയയിലേക്ക് അത് പോകാനുള്ള സാധ്യതയുണ്ട്. സോ 84 to 72 ചിലപ്പോൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് താഴേക്ക് ഈ ഒരു റേഞ്ചസിലേക്ക് വന്നേക്കാം. മേളിലേക്കാണ് വരുന്നതെങ്കിൽ ഒന്ന് ഈ ഒരു ഹൈയിൻ്റെ റേഞ്ചിൽ ഇതിനൊരു ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്. യഥാർത്ഥ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയാസിലാണ്. 5360 റേഞ്ചിലാണ് അതിൻ്റെ അടുത്ത മെയിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്രൂഡ് ഓയിൽ പറഞ്ഞു. അടുത്ത നാച്ചുറൽ ഗ്യാസ് ഒരു യൂ ടേൺ എടുക്കാൻ നിൽക്കുകയാണ്, ആയിട്ടില്ല. അപ്പോൾ ക്രൂഡ് ഓയിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് നല്ലത്. ഓക്കെ, ക്രൂഡ് ഓയിൽ ഒരു ബൈയിങ് സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് നാച്ചുറൽ ഗ്യാസ് ഇങ്ങനൊരു ട്രെൻഡ് വരച്ചിടാം. ഇത് ബ്രേക്ക് ചെയ്ത് കയറുവാണെങ്കിൽ ഒരു 364 മേളിൽ, സ്ഥിരം പറയുന്ന 364 മേളിൽ വരുമ്പോഴേക്കും ഇതിനകത്തൊരു എൻട്രി സാധ്യതയുണ്ട്. 384 വരെ ഇതിന് ഹയർ സൈഡിലേക്കുള്ള മൊമെൻറ്റം കിടപ്പുണ്ട്. സോ ഇതായിരിക്കണം നമ്മളുടെ അനാലിസിസ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 44 താഴെ നമുക്ക് താഴേക്കുള്ളൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബാക്കി ഒരുപാട് പേര് ഗ്രൂപ്പിനകത്ത് സ്വിംഗ് പൊസിഷൻ ചോദിക്കുന്നുണ്ട്. മാർക്കറ്റ് കണ്ടിട്ട് സ്വിങ് എടുക്കാൻ പറ്റുന്നില്ല. എടുത്ത പൊസിഷൻസ് അങ്ങനെ തന്നെ കയ്യിൽ കീപ്പ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് 1-2 മാസങ്ങളായിട്ട് മാർക്കറ്റിൽ നിന്ന് റിട്ടേൺ എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ പെർസെൻറ്റേജ് ആണ്. നഷ്ടത്തിൽ നമ്മുടെ ഗ്രൂപ്പിനകത്ത് കൊടുക്കുന്ന ട്രേഡിനുള്ളിൽ പലതും ലാഭത്തിൽ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ട് എന്നുള്ളത്. ഇടയ്ക്ക് ഹിൻഡാൽക്കോ മാത്രം ഒരു 12% മേളിൽ പോയി. ഇന്നലെ കുറച്ചൊന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട്. സോ അങ്ങനെ ഓരോ പൊസിഷൻസ് പോകുന്നുണ്ട്. നമുക്ക് നോക്കാം. മാർക്കറ്റ് ഒരു ബെറ്റർ സിറ്റുവേഷൻ വരാണ്ട് സ്വിംഗ് ട്രേഡറിനാണെങ്കിലും ഒരു നല്ലൊരു റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയില്ല. നല്ല പൊസിഷൻസ് ആണെങ്കിൽ കയ്യിൽ വെച്ചിരിക്കാം. മാർക്കറ്റ് ചിലപ്പോൾ ബൗൺസ് ചെയ്തേക്കാം. അങ്ങനെ വന്നിട്ടുണ്ട്, പല സമയത്തും വന്നിട്ടുണ്ട്. ഇല്ല, മാർക്കറ്റ് താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പിനകത്ത് ഈ പറഞ്ഞ ലെവൽസ് ഉണ്ടല്ലോ, 720 താഴേക്ക് വന്നു കഴിഞ്ഞാൽ 720 താഴെ വന്നാൽ നമുക്ക് പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരും. സോ ഇതാണ് എൻ്റെ പേഴ്സണൽ അനാലിസിസ്. ഇതാണ് എൻ്റെ പേഴ്സണൽ മൈൻഡിൽ വരുന്ന ഫോർകാസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാം. ടിൽ ദെൻ, ടേക്ക് കെയർ, trade safe. Bye.